കുഴക്കും മന്ത്രി മറിക്കുന്നു ജനം രാജ്യ സ്വാഗതം മറിക്കും അക്കരെ അകലൊക്കെ നിന്നെ ഞാൻ തുടങ്ങിട്ടോ പാട്ട് കുറച്ച് ഒച്ചത്തിൽ വെച്ചു. ഇല്ല കട്ട് ചെയ്യുന്നില്ല. പന്തും വിളക്കും പോരെന്നേര് കത്തിക്കയാള് എല്ലാം കത്തിക്കുന്ന തോന്നുന്നു. തുടങ്ങാൻ പോകുന്നു. നെയ്യെടുക്കുക ആശാനെ. നെയ്യില്ല, ഡാൽട്ട. പിന്നെ വേറെ പാടാ മരിച്ച ആത്മാക്കൾ വരുമ്പോ പൊറോട്ട എന്നിട്ടാ മരിച്ചെങ്കിലോ. അതെ, ഞാനെന്നാ താഴത്തേക്ക് പോട്ടെ. അച്ഛമ്മക്ക് ഇനി സംശയമൊന്നും തോന്നണ്ട. അടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? 2 പെഗടിച്ചിട്ട് കൈവറിച്ച് കളയും. അതല്ലെന്ന് ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു പാർട്ടിഗ്രാം ആയതുകൊണ്ടേ. അങ്ങനെ ചെയ്തോട്ടെ. മണി അടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും. കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ 10-13 നാള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ച് വെറുത്തിട്ട് പോണം ഇല കയറി പോകാൻ വേണ്ടിട്ട്. വലിയ പണിയാണ്. നടക്കൂല കേട്ടോ, ഇവിടെ വന്നടി നടന്നോണ്ടിരിക്കുക. ഞാൻ വോളിയം കൂട്ടി വെക്കാം. ആ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ സജീറോടെ ഉണ്ട്. ടെൻഷൻ. അയ്യോ അത് ഇങ്ങളെയാളാ മാതൃസംഘം. ഇയാള് മാഷ് ക്ലാസ്സിന് വരണ ആളെ പിടിച്ചിരുത്തണം. എന്റെ കാലിന്റെ പടക്കം പൊട്ടിക്കല് എന്താ ആകെ പുകമയം. ചെറിയമ്മ കൊതിന് വേണ്ടി. അതെ അതെ, ഞാൻ വിചാരിച്ചു വീടിന് തീ പിടിച്ചു. അച്ഛമ്മക്ക് എങ്ങനെയുണ്ട്? അച്ഛമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കേറി കണ്ടേക്കാം. കുറെ ഇല്ല അച്ഛമ്മേനെ കുളിപ്പിക്കാൻ കേട്ടിരിക്കാം. അതെ അതെ, ഇപ്പൊ കേട്ടോ. എന്നാ കുളി കുളിയായിട്ടല്ലേ? അല്ല, കുളിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെ, പിന്നെ വരാൻ പുക കണ്ടു കൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? ഉമ്മക്കൊലസുവിന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിന് പോയതാ. എന്താടി നെട്ടുമ്പുറത്ത് ഓരോ ഒച്ച വെക്കുന്നത്? കുട്ടികളെന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കുന്നതായിരിക്കും. ഓരോ അടുക്കി പെറുക്കല്. എനിക്ക് വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചേനെ. ആദ്യം നിന്നീട്ട് നടക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തട്ടുംപുറം. അമ്മേ, ലേശം കഞ്ഞി കുടിച്ചോളി. ചമ്മന്തിയും മുള്ള വറുത്തവുണ്ട്. ഇന്നെന്താടി നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും? നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടെ ചേച്ചിട്ടാ. ഞാൻ കിടക്കന്നല്ലേ, ഈ എന്നെ കിടത്തണോ? ഇങ്ങനെ നൊടിയാണ്ട് കഞ്ഞാ കുടിച്ചോ. 24 നേരം കഞ്ഞിയുണ്ട്. കഞ്ഞി ഇവിടെ ചോറൊന്നും വെക്കല്ല നിങ്ങള്. കുടിച്ചാട്ടെ. കേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. എല്ലാ ഐറ്റുകളും നാശാക്കും. കുടിച്ചോളി അമ്മേ. വേണം പറഞ്ഞില്ലേ? ഗൃഹനാഥ ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക, എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക, കൈ കൂപ്പൂല. കൈകൂപ്പുക. കൈകൂപ്പ് കൂടോ ഏകം. കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം. ത്രയം? Yes, 3 pep. കളഞ്ഞല്ലോ തീർത്ഥം. ചരാപ്പിലമുടാ. ആശാനെ, ഞാനല്ല കിട്ടിയാ. എല്ലാവരും കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കിട്ടിട്ട കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന് മര്യാദക്ക് എവിടെയും കെട്ടിടി. ഹലോ, 10. നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞത്? അത്
ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും, ഭയങ്കര പാടാന്ന്. കിട്ടണല്ലേ? ആ കിട്ടുന്നില്ല. ഇത് ഗിരിയേട്ടൻ വന്ന് തോന്നണേ ഒരു സെക്കൻഡ്. അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ, മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ടോ? സ്വാമി മണി അടിക്കല് ഗിരി വരുന്നുണ്ട്. അതാരെ ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാം തന്നെ നഷ്ടക്കച്ചവടാ. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. ആ മാഷോ ആ ഗിരിയെ ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? ആ തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. കോപ്പി ഉണ്ടല്ലോ. പോയി ഓഫ് ചെയ്യടാ. ഞാൻ പറയാം, എന്നെ ചാടണം. ഒരു പാട്ടും പോകെ. എടാ താങ്കളുടെ ആശാന്റെ മണി കയറി പിടിച്ചേ. ഞാൻ കാണിച്ചു തരാം. അത് ഐഡിയ ആശാന്റെ മണി കൈ വിടറാ. അടി. ഏതൊരു മുട്ടാത്ത മണിയാ, അത് നടക്കൂല പോലെ. സ്വാമി, അടുത്ത കണ്ണടയ്ക്കാറായോ? ആഹാ, ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തും കുന്തും കൂന്ത്രാണ്ടല്ല. സ്വാമി സ്വാമി സാധനം എടുക്കടാ. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് അവായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന് ശക്തി പറയും. സാധനം തീർത്ത് അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണു. ആ പീഠത്ത് പോയിരിക്കുക. ആ ഇരിക്കുക. ഇരിക്കണോ? ഇരിക്കുക. രണ്ടാളും അങ്ങനെ ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? ആ നക്കി. അല്ല അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ, അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവും അത്ര. അതെയോ? ആ എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാ? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിക്കുന്നില്ല. ശരി, താങ്ക് യു. താങ്ക് യു. ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണ് തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിയിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും എടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി അതിനുശ നിന്നെ ഇവിടെ വിളിക്കുന്നു. നീ വേഗം വാ. പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ, വേഗം. കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളിട്ട് നിങ്ങൾ പോയി ഒഴുക്കുക. തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാമിയെ പറയും. അങ്ങനെ വഴി പോകണ്ട. ശരിയാ, പിന്നെ സ്കൂളിലെ ബാക്ക് കൂടി എന്തേ എല്ലാരും എണിയിപ്പിക്കോ? ഒന്ന് വേഗം നോക്ക്. ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഇത് ചാട്ടാന്നില്ല. ഡീസലുണ്ടോ? നീ എന്തി കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. അവര് ചോദിക്കും. വേഗം എടുത്തേ. കളിക്കില്ലേ കേക്കേ? പോവാ. പറച്ചോനെ ഞങ്ങൾ കാത്തോളൂ. തല്ലി പൊളിക്കണ്ട, വരുന്നു. ആ നീയായിരുന്നോ? ഇതെന്താ വെച്ചപ്പോരാ? സ്റ്റീൽ പാത്രങ്ങൾ അരഞ്ഞാണോ? ഇത് എവിടെ കിട്ടിയേ? പൊട്ടേ എവിടെ നിന്റെ ആശാൻ? ആശാൻ ഓടി. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് അറിയില്ല പണിക്കറേ. ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയേ. ആർക്ക്? എന്റെ ഭഗവതി, അങ്ങോട്ട് നടക്കണം. ഓരോന്ന് പറഞ്ഞ് പാട്ടിക്കാരോ ഞാളെ പറ്റിക്കാൻ നോക്കുന്നു. നിങ്ങളുടെ വീട് ഇടിഞ്ഞു വീണത് ഞാൻ എന്ത് ചെയ്യാനാ? വീട് പണിയുമ്പോ നല്ല സിമെന്റ് കാപ്പിയാക്കിട്ട് നല്ലോണം പണിയണം. നിനക്ക് നല്ല പണി ഞാൻ തരണം. അയ്യോ, നിങ്ങൾ എല്ലാം തരുന്നതിന് പകരം പണി അറിയാതെ നിങ്ങളുടെ കോൺട്രാക്ടറെ പോയി തന്നെ. ഞാൻ ആദ്യമായിട്ടല്ല വീടിന്റെ പണിയെടുക്കുന്നത്. അയ്യോ സാറേ, കോൺട്രാക്ടർ. അയ്യോ അറിഞ്ഞില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ ഒരു കോപ്പും പറയണ്ട. താൻ ഈ കർമ്മിയും കൂടെ അല്ല എന്റെ കാശ്മീരിൽ നിന്ന്.
ആര് ഞങ്ങളോ? കൈ തല്ലി ഓടിക്കണം. അയ്യോ അവിടെ നിർത്താനായിട്ട് ഒരു കൈ ഉണ്ടായിരുന്നു ഇനി. അയ്യോ അയ്യോ ഇനിയും നിർത്തിക്കേ, ഇനിയും നിർത്തുകയാണ്. ഞാൻ കബഡി നിർത്തി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേണിച്ച് നോക്കാനുള്ള ഒരു സാവകാശം തരണം. ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 പ്ലീസ്. അയ്യോ ഇതെന്തിനാ? ശരിക്കും നോക്ക്, ഇല്ലെങ്കിൽ എന്റെ ആത്മാവ് എനിക്ക് തന്നെ ആവാഹിക്കേണ്ടി വരും. ബിജു, നിന്റെ ആശാൻ ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ ചെയ്തേ? പിന്നെ ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലേ, എല്ലാം ആ വായിച്ച് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവന്മാരെ കൊടുത്തു വിട്ടല്ലേ. എന്റെ ആശാനാണ് സത്യം. ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലി പോയി കൊണ്ടൊഴുക്കുക. എന്റെ മടി കിടക്കുന്ന ഈ 13 ആൾ ഇവരെ തലയിൽ ഒഴിഞ്ഞു പോടെ. അപ്പൊ പ്രശ്നം നടന്ന അവിടെയല്ല. പിന്നെ എവിടെയായിരിക്കും? അല്ല, ആ കക്കയെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വരച്ചു നോക്കി. കിട്ടിയ അതെ, നിങ്ങൾ സഞ്ചരിച്ച വഴിയൊന്ന് വരിച്ചേ. ഇത് അല്ല, നിങ്ങൾ പോയ റൂട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് താൻ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തേ. ആണോ? അങ്ങടെ വഴി പോകണ്ട കേട്ടോ, അവിടെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ സ്കൂളിലെ ബാക്കിൽ ഏത് വഴിയില് പോ. എല്ലാരും അന്വേഷിക്കോ? നോക്കിയില്ലേ കേക്കെ? ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഈ എന്തി കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. വേഗം എടുത്തേ, കളിക്കില്ലേ കേക്കെ? എല്ലാ ഏടിയൊക്കെ കൊറേയാലേ കണ്ടിട്ട് ഞാനീടിയുണ്ടേനു പിന്നല്ലാണ്ട് പോ വിളിച്ച വരാണ്ടിരിക്കാൻ പറ്റുമോ? പഠിച്ചോനെ ഞങ്ങൾ കാത്തു.